കണ്ടില്ലേ, നമ്മുടെ നാടിന് ഒരു മാറ്റവും ഇല്ല. ഇതിപ്പോ 2 വർഷം കഴിഞ്ഞുള്ള വരവാ അല്ലേ? എന്നെ മനസ്സിലായില്ലേ? ഞാൻ ദാസപ്പൻ, നിങ്ങളുടെ പറമ്പിലെ പണിക്കാരന്റെ മോനാ. കാണാരേട്ടന്റെ പണ്ട് മുംബൈക്ക് കള്ളവണ്ടി കയറിയതാ, അധോ ലോകത്ത് കയറാൻ. ഒത്തു കിട്ടിയ ഒരു ഗുണ്ട ഇടിച്ചു വീഴ്ത്തി ധാരയാവാമെന്ന് കരുതി. അങ്ങനെയല്ലേ ദീപാറിൽ ബച്ചൻ സാർ ചെയ്തത്? ഗുണ്ടയും കിട്ടി, ഇടിക്കുകയും ചെയ്തു. പിന്നെ 7 ദിവസം കഴിഞ്ഞാ കണ്ണു തുറക്കുന്നത്. ആര് ഗുണ്ടയോ? അല്ല, ഞാൻ. നമുക്കൊന്നും പറ്റിയ സെറ്റപ്പ് അല്ലേ അത്? എന്തോന്നാടാ കാണിച്ച? ഇതിന് സമാനം പറഞ്ഞിട്ട് പോയാ മതി. അയ്യോ, ഇതാരാ? നമ്മളൊക്കെ ഇവിടെ മറന്നോ? അങ്ങനെ മറക്കാൻ പറ്റുമോ? എന്താണ് ദാസപ്പ നോക്കി വെക്കുന്നത്? വണ്ടി എടുത്തോണ്ട് പോടാ. പോയി. അപ്പൊ ഇവിടെ തന്നെ കാണത്തില്ലേ? ഒരാഴ്ച ഉണ്ടാവും. മുടിയൊക്കെ അങ്ങ് വളർന്നു, നമുക്കൊന്നും ഇരിക്കണ്ടേ? ശരി, വാ വാ. കടയിടാൻ പൈസ ഇല്ലാത്തോണ്ടാ വഴിയേരിയിൽ സൈക്കിളും വെച്ചോണ്ടിരിക്കുന്നത്. ഇവിടെ ഇരുത്തൂലെന്ന് വെച്ചാ. എന്നാലും വരുന്ന വിവരം മീനാക്ഷിയോടെങ്കിലും ഒന്ന് പറയായിരുന്നു. അവള് നിന്നെ വിളിച്ചതല്ലേ? പെട്ടെന്ന് വരണമെന്ന് തോന്നി. നിനക്കെങ്ങനെ കഴിഞ്ഞു ഇത്രയും കാലം ഞങ്ങളെയൊക്കെ പിരിഞ്ഞിരിക്കാൻ? എന്തിനാ മോനെ അന്ന് നീയും അച്ഛനും തമ്മിൽ? ദൈവനിശ്ചയം അതാണെങ്കിൽ അതനുസരിച്ചല്ലേ മതിയാവൂ. കഴിയുന്നില്ലമ്മേ ഇപ്പോഴും. നീ ആളാകെ മാറിപ്പോയല്ലോ. സാരി സഞ്ജയൊക്കെ ആയിട്ട്. പിന്നെ ഞാനിപ്പോ ബിഎഡിന് പഠിക്കല്ലേ. ഓഹോ, എന്നെ എങ്ങും പോണ്ട. ഓ ഇല്ല, പോകുന്നില്ല. അച്ഛനെ കണ്ടോ? ഇല്ല. പുറത്ത് 2 ആള് കാണാൻ വന്നിരിക്കുന്നു. അച്ഛൻ ഒരുപാട് മാറിപ്പോയല്ലേ അമ്മേ? മുത്തശ്ശനെ പോലെ തന്നെ. എന്നാടി ഇതമ്മയ്ക്ക്. ഇതെന്താ ഏട്ടാ? അത് നിനക്കുള്ളതല്ല, ഇത് ഞാൻ അച്ഛന് വാങ്ങിച്ച. ഇന്നമ്മേ ഇത് അച്ഛന് കൊടുത്തേക്ക്. നിനക്കെന്താ നേരിട്ട് കൊടുത്താൽ? അത് അമ്മ കൊടുത്താൽ മതി. എന്താ അത്? ഇത് ഹരിക്കുട്ടൻ കൊണ്ടുവന്നതാ അച്ഛന് വേണ്ടിയിട്ട്. എനിക്കൊന്നും വേണ്ടെന്നറിയില്ലേ?
ഡോ ഏഭ്യ. തന്നെയാ എന്തോ ആ തന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറയണം തന്റെ കല്യാണം നടക്കില്ല. ജാതകപ്രകാരം തനിക്കൊരു ഭാര്യ വാഴില്ല. മനസ്സിലായില്ലേ? താൻ കല്യാണം കഴിച്ച അത് ആരായിരുന്നാലും ആ കുട്ടിക്ക് ദുർമരണം ഉറപ്പാ. പിന്നെ ഞാൻ എന്തിനു ജനിച്ചു? അതെനിക്ക് ജന്മം തന്നവരോട് പോയി ചോദിക്കണം. ആ പൊക്കോളൂ. ആ എന്നാൽ ഇതിനൊരു പ്രതിവിധി ഇല്ലേ തിരുമേനി? ഓ ഇയാളെ കൊണ്ട് ഞാൻ തോറ്റു. ഇനി ഒറ്റ കാര്യമുള്ളൂ, ചെയ്യാൻ പറ്റുമോ? എന്ത് ചെയ്യാം? പഴയൊരു ആചാരപ്രകാരം വധുവായി സങ്കല്പിച്ച് ഒരു വാഴയെ താനങ്ങോട്ട് കല്യാണം കഴിക്കുക. വാഴയെ കല്യാണം ആ അതെ. എന്നിട്ട് ഒരു പകലും ഒരു രാത്രിയും അതിന്റെ ഒപ്പം കഴിഞ്ഞ് അതങ്ങോട്ട് വെട്ടിക്കളയാ. അതോടെ തന്റെ ആദ്യ ഭാര്യ മരിച്ചു. അതാ സങ്കല്പം. പിന്നെ ഇഷ്ടം പോലെ വേളിയാവാലോ. ഇതൊക്കെ ഉള്ളതാണോ തിരുമേനി? എന്താ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും പറ്റും പറ്റും. പൊക്കോളൂ. എനിക്കിത് നേരത്തെ അറിയായിരുന്നു. ഓരോരോ യോഗേ. പട്ടേരി ഒരു കാര്യം പറഞ്ഞാ അത് അച്ചട്ട. ഇതാ പന്ന പട്ടേരിക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. എങ്കിൽ ഇപ്പൊ എനിക്ക് 2 കുട്ടികളും ആയാലും. അതൊക്കെ കണ്ടറിയേണ്ട കാര്യങ്ങളാ. ആദ്യം നല്ലൊരു വാഴയെ കണ്ടെത്തണം. സർവേശ്വര, വാഴക്കെങ്കിൽ ഈ മുഖം ഇഷ്ടപ്പെട്ടാ മതിയായിരുന്നു. കല്യാണത്തിന് ആൾക്കാരെയൊക്കെ വിളിക്കണ്ടേ? വേണ്ട വേണ്ട, ആരും അറിയരുത്. സർവേശ്വര, എന്നാലും എന്റെ ആദ്യത്തെ കല്യാണമൊക്കെ ആവുമ്പോ സമയം ഒന്ന് ആലോചിച്ച് നോക്ക്. ഹലോ, എക്സ്ക്യൂസ് മീ, ഈസ് ഇറ്റ് കിഴക്കൻതറ? നിന്നെ വിളിക്കുന്നു. എനിക്ക് വേറെ പണിയുണ്ട്. എന്താ ഇവിടെ പ്രശ്നം? പ്രശ്നം മനസ്സിലായില്ല. ഏതാ ഈ ഇറക്കുമതി? Do you know Hari's house? Yes. No. Are you a fraud? Yes. എങ്ങനെയുണ്ട്? ഞാനും. Yeah. Do you know Hari? അരി വാങ്ങാൻ വന്നതാ. Oh shit. ഷീറ്റ് ഇവിടെ കിട്ടുമല്ലോ. Oh no. You mean Hari from Chennai? Yeah. We know him. That's good. Come on, get in. അപ്പൊ പിന്നെ നമുക്ക് കാണാം. ഇതാ ഈ കൊച്ചുകുട്ടികളെന്ന് സ്കൂളിൽ അയക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഒന്നും അറിയത്തുമില്ല, ചുമ്മാ ഇംഗ്ലീഷ് കയറി പറയുകയും ചെയ്യും. ഹരി, Hari? ഹരി, Hari? ഹരി. Hari? മിഠായി വേണോ? Thank you. Thank you. ഒരെണ്ണം കൂടി. ദാ. ചേച്ചി ഇവൻ പണ്ടേ എങ്ങനാ? ആണോ? ഞങ്ങൾ പൊക്കോട്ടെ ചേച്ചി. നമുക്കിനി കാണണം. ബൈ. Bye. Thank you. Thank you. See you. See you. ഹേയ് പൂജ, ഹായ് ഹരി. നീ എന്താ ഇവിടെ? എനിക്ക് ഹരിയെ കാണണം തോന്നി, ഞാനിങ്ങ് പോന്നു. നീ ഇതെന്ത് ഭാവിച്ചിട്ടാ ഞാൻ ഇവിടെ വന്ന? ആരാ ഹരി? ഹായ് അമ്മ. അമ്മയ്ക്കെന്നെ മനസ്സിലായില്ലേ? ഞാനാ അമ്മേ പൂജ. ഹരി പറഞ്ഞിട്ടില്ലേ? എനിക്കറിയാം, ഹരിയേട്ടൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഒരു ഫ്രണ്ടാണമ്മേ. എന്തായാലും കുട്ടി വാ. ആ ബാഗ് കൂടി എടുത്തോളേ. കളവ് പറയാൻ നിക്കണ്ട. മദിരാശിന്ന് ഇത്രയും ദൂരം, അതും ഒരു പെൺകുട്ടി നിന്നെ അന്വേഷിച്ച് വരികന്ന് വെച്ചാ എനിക്ക് മനസ്സിലാവും. അതമ്മേ, പൂജ എനിക്ക് അവളെ ഇഷ്ടമാണ്. എന്നാ പിന്നെ നിനക്കത് നേരത്തെ പറയായിരുന്നില്ലേ? എന്നിട്ടാ ഞാനത് ചോദിച്ചത്. എന്നിട്ട് അപ്പോഴാ കുട്ടികൾ വന്നത്.
3-4 ദിവസം ആ കുട്ടി എവിടെ നിർത്തുകയെന്ന് വെച്ചാ അമ്മേ, ഞാൻ- അമ്മേ, അച്ഛൻ വന്നു. ഗായത്രി എന്താ ഞാനിപ്പോ നിന്റെ അച്ഛനോട് പറയുക? ഏതാ ആ കുട്ടി? മദ്രാസിന്ന് വന്നതാ. ഇവളെന്തിനാ വന്നേ? അത് സിറ്റിയിൽ വളർന്ന കുട്ടിയല്ലേ, നമ്മുടെ നാടും വീടും ഒക്കെ ഒന്ന് കാണാൻ വന്നതാ. ഹരി പോകുമ്പോ ഒപ്പം തിരിച്ചു പോകും. അത്രേ ഉള്ളൂ? അങ്ങനെ എന്നോട് പറഞ്ഞത്. ഹരി പോണതുവരെ ഇവിടെ നിന്നോട്ടെ അല്ലേ? ഒരു പെൺകുട്ടിയെ ഇറക്കിവിടാനുള്ള വീടായത്. നഗരമല്ല, നാട്ടിൻപുറമാ. അത് ഓർമ്മ വേണം. അയ്യോ പാവം ആ കുട്ടി.